മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുക്കാനൊരുങ്ങുകയാണ് ഇ ഡി. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇ ഡി തേടിയതായാണ് സൂചന. വൈകാതെ സമൻസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തും. മാസപ്പടിയിലെ ഇ ഡി പ്രതിപട്ടികയിൽ CMRL, എക്സാലോജിക് കമ്പനികളും ഉൾപ്പെട്ടേക്കും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ മൊഴിയെടുക്കാനൊരുങ്ങുകയാണ് ഇ ഡി. വിവരങ്ങൾ. അതിര മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ നേരത്തെ വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. ഈ മൊഴികൾ വിലയിരുത്തിയ ശേഷമാകും വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. ഒരുപക്ഷെ സമൻസ് നൽകുന്ന വേളയിൽ സമൻസിനെ പ്രതികരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീട്ടിലെത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കും ഇ ഡി കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ ചില വിവരങ്ങൾ വീണയിൽ നിന്നും ഇ ഡി ഉദ്യോഗസ്ഥർ തേടി എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശശിധരൻ കർത്തയെ അടക്കം ചോദ്യം ചെയ്ത ആ മൊഴികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും വീണ വിജയനിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുക. നേരത്തെ CMRLന്റെ മുൻ ജീവനക്കാരെ, അതായത് CMRLലെ ഉയർന്ന ജീവനക്കാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. CFOയും അതോടൊപ്പം തന്നെ IT ജീവനക്കാരെയുമായിരുന്നു ചോദ്യം ചെയ്തത്. ഇവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ വീണ്ടും ഇ ഡി തേടിയേക്കുമെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സലോജിക്കിന്റെ മുൻ ജീവനക്കാരെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നുണ്ട്. നേരത്തെ ഈ ശശിധരൻ കർത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമൻസിനോട് പ്രതികരിക്കാതിരുന്ന സാഹചര്യത്തിലായിരുന്നു വീട്ടിലെത്തി തോട്ടക്കാട്ടുകരയിലെ വീട്ടിലെത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. മാത്രവുമല്ല CMRLന്റെ ജീവനക്കാരെ 24 മണിക്കൂറോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചതായിട്ടുള്ള ഉള്ള ഒരു സൂചന പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഈ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ഏകദേശം 1,32,00,000 രൂപ സംബന്ധിച്ചുള്ള ആ ഒരു സാമ്പത്തിക ഇടപാടിലെ ദുരൂഹതകൾ നീക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ CMRLന്റെ ഇൻവോയ്സ് അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ നേരത്തെ തന്നെ ജീവനക്കാരോട് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. ഈ രേഖകൾ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഇ ഡി നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എക്സലോജിക്ക് CMRL പണമിടപാട് സംബന്ധിച്ച് വിപുലമായിട്ടുള്ള അന്വേഷണമാണ് ഇ ഡി നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ദുരൂഹതകൾ മാറ്റുന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ വിജയനെ ചോദ്യം ചെയ്യാനായിട്ട് ഇ ഡി ഒരുങ്ങുന്നത്. പ്രാഥമികമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമായിരിക്കും അത്തരമൊരു ഘട്ടത്തിലേക്ക് ഇ ഡി കടക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മൊഴിയെടുക്കാനൊരുങ്ങുകയാണ് ഇ ഡി. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇ ഡി തേടിയതായാണ് സൂചന. വൈകാതെ സമൻസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. മാസപ്പടിയിലെ ഇ ഡി പ്രതിപട്ടികയിൽ CMRL, എക്സാലോജിക് കമ്പനികളും ഉൾപ്പെട്ടേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.